ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ NOS 2026 ഏപ്രിൽ ബാച്ചിന്റെ നമ്മുടെ എക്സാം വന്നിരിക്കുകയാണല്ലേ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എക്സാം ഒക്കെ എടുക്കാനായല്ലേ, അവിടെ ഹോൾ ടിക്കറ്റ് ഒന്നും കണ്ടില്ലല്ലോ. ആൻഡ് ഫൈനലി ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഹോൾ ടിക്കറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്നൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം NOSന്റെ എക്സാം അടുത്തോണ്ടിരിക്കുകയാണ്. എന്താണ് പഠിക്കേണ്ടത്, ആകെ ടെൻഷനിലാണ്. അധികം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, എക്സാമിനോട് റിലേറ്റ് ചെയ്ത് മാത്രം ഇപ്പൊ പഠിക്കുന്ന നിമിഷത്തിൽ, അല്ലാണ്ട് സിലബസ് ഒന്ന് കവർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നടക്കണം. ഓൾറെഡി അത് എന്താ പറയാ പഠിച്ച ആൾക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, തുടക്കിയിട്ട് പോയില്ലാത്തവരാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് എക്സാമിനോട് റിലേറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒരു ബേസിക് തുടങ്ങാം. പിന്നെ ഒരു ഒബ്ജക്റ്റീവ്, മാക്സിമം ഒബ്ജക്റ്റീവ് സ്കോർ ചെയ്യാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. നമ്മുടെ ഏൺ മാർക്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, അപ്പൊ തന്നെ കുറച്ചുകൂടി ഓട്ടോമാറ്റിക്കലി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സാമിന്റെ സെന്റർ തന്നെയാണോ നമ്മുടെ തിയറിയുടെ എക്സാം സെന്റർ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലല്ല, രണ്ടും രണ്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ സൈറ്റ് അടിയിൽ ഇടുന്നുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ എടുക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ പോയിട്ട്, അറിയാത്ത ആൾക്കാർ പുറത്ത് ഒരുപാട് പേര് എക്സാം എഴുതുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കുറച്ച് ഉപകാരപ്പെടും. അതായത് എക്സാം റിസൾട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം റിസൾട്ടിൽ ഹോൾ ടിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഹോൾ ടിക്കറ്റിന്റെ ആ ഫ്രണ്ട് പേജ് അല്ലെ, ആദ്യം നമ്മൾ എൻറോൾമെന്റ് നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ സ്റ്റുഡൻസിന് ID കാർഡ് ഉണ്ടായിരിക്കും നിങ്ങളുടെ നമ്പർ. ഓക്കെ, ആ നമ്പർ എന്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഹോൾ ടിക്കറ്റ് ടൈപ്പ് നമ്മൾ ഏതാണ് എഴുതാൻ പോകുന്നത്, നമ്മൾ തിയറി പേപ്പർ ആണ് എഴുതാൻ പോകുന്നത് അല്ലെ. അപ്പൊ ആ തിയറി പേപ്പർ അവിടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഹോൾ ടിക്കറ്റിലേക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടോ, നമുക്കൊരു ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ ഫോട്ടോ ഉണ്ടാവും സൈഡിൽ. അതേപോലെ തന്നെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ ശ്രദ്ധിക്കണം, എൻറോൾമെന്റ് നമ്പർ ഉണ്ട്. അതുപോലെ നമ്മുടെ നെയിം, ഫാദർ നെയിം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം സെന്റർ അഡ്രസ് അല്ലെ. എല്ലാവരും ചോദിക്കും സ്റ്റഡി സെന്റർ തന്നെയാണോ എക്സാം സെന്റർ എന്ന്. രണ്ടും രണ്ടാണ്. പിന്നെ ചെറിയ ജില്ലകളിൽ രണ്ടും ഒന്നായിട്ടുണ്ടാവും കേട്ടോ. സോ അപ്പൊ നമ്മുടെ എക്സാം സെന്റർ എവിടാന്ന് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ സബ്ജക്ട് നെയിമുകൾ കണ്ടോ, ഇവിടെ അതിന്റെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം. അതുപോലെ നമ്മുടെ സബ്ജക്ട്, നിങ്ങൾ ഏതാ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിന് സബ്ജക്ട് ഉണ്ടായിരിക്കും, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഫസ്റ്റ് കണ്ടോ, ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡുകളാണ്. ഇപ്പൊ ഹ്യൂമാനിറ്റീസിൽ ഒരു സബ്ജക്ട് ഉണ്ടെങ്കിൽ അതിനൊരു കോഡ് ആയിരിക്കും. എന്താ പറയാ, കൊമേഴ്സിലെ സബ്ജക്ട് ആണ്, അതിനൊരു കോഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കോഡുകൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, അത് ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമത്തെ ബോക്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സാം അല്ലെ. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ബയോളജി എന്നാന്നുള്ളത് 16/4 അതുപോലെ നിങ്ങൾ ഏതാണോ സബ്ജക്ട് ഉണ്ട് ആ ഡേറ്റ് നോക്കുക എപ്പോഴാന്നുള്ളത്. ടൈമും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2:30 സ്റ്റാർട്ട് ചെയ്ത് 5:30 ഇത് കഴിയുന്നത്. അപ്പൊ ടൈമും നിങ്ങൾ എന്തേ ആ സബ്ജക്റ്റിന് നേരെ ടൈമും ഡേറ്റും മസ്റ്റ് ആയിട്ട് നിങ്ങളെ നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലെ. നമ്മൾ എക്സാമിന് പോകണതിന് എന്തൊക്കെയാ ശ്രദ്ധിക്കാം. അതായത് നമ്മൾ പോകുമ്പോ അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം, ഹോൾ ടിക്കറ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതണം. എന്ത് ചെയ്തത്, പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ വെക്കണം. നമ്മൾ ഫോണിൽ കാണിച്ചു കൊടുക്കാനൊന്നും പറ്റൂല, പ്രിന്റ് എടുത്ത് കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കുക. അത് മാത്രല്ല, നമുക്ക് എന്തൊക്കെ ID പ്രൂഫ്, ആധാർ കാർഡ് ഒരു ID പ്രൂഫ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പാസ്പോർട്ട് ആൻഡ് പാൻ കാർഡ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ID പ്രൂഫ് ആയിട്ട് യൂസ് ചെയ്യാം. മാക്സിമം നിങ്ങൾ ആധാർ കൊടുത്തില്ലേ, അതാണ് നല്ലത്. ഓക്കെ, അടുത്ത ഇൻസ്ട്രക്ഷനിൽ നോക്കാം. എന്താണ്, നമ്മുടെ മൊബൈൽ ഫോണോ ക്യാമറാസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ടേക്ക് അലോട്ട് ചെയ്യുന്നില്ല, എന്ത് കാൽക്കുലേറ്റർ അടക്കം. ഓക്കെ, അടുത്തതിലേക്ക് നോക്കാം. അടുത്ത എന്താണ്, ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന 1 മണിക്കൂർ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം സെന്ററിൽ എത്തിയിരിക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത് എന്നാല്, അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 മിനിറ്റ് വരെ ഓക്കെ, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് റീജിയണൽ സെന്റർ ഉണ്ടാവും NOSന്റെ, ആ റീജിയണൽ സെന്ററിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ആ എക്സാം സെന്റർ ശരി അങ്ങനെ നോക്കിയിട്ട് എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം NOSന്റെ എക്സാം അടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലെ, എങ്ങനെയായിരിക്കും വരെ. അധികം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഫസ്റ്റ് നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ 2 മാർക്കിന്റെയും അതുപോലെ 3 മാർക്കിന്റെ 5 മാർക്കിന്റെ, അപ്പൊ വല്ലാണ്ട് എക്സ്പാൻഡ് ചെയ്തില്ല, എന്നാൽ പോലും നല്ല പോയിന്റുകൾ പഠിക്കാം.
പിന്നെ ഇപ്പൊ കമ്പാരിസൺ ചെയ്യുക എന്തൊക്കെ ഉണ്ടെങ്കിൽ പോർഷൻ ഫോർ എക്സാമ്പിൾ ഞാൻ പൊളിറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരാളാണ്, എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മൗലികാവകാശം അതുപോലെ തന്നെ എന്താണ് നിർദ്ദേശതത്വങ്ങൾ. അപ്പോൾ ഇത് രണ്ട് പോർഷൻ ആണെങ്കിൽ നിങ്ങൾ അത് കമ്പാരിസൺ ചെയ്തിട്ട് പഠിക്കുക. മാക്സിമം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന്. അപ്പോൾ ഒന്ന് കിട്ടിയില്ലാണോ മൈൻഡിലുണ്ടായിരിക്കും അത്. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് മാക്സിമം കമ്പയർ ചെയ്ത് പഠിക്കാം. അതുപോലെ പുറത്ത് എക്സാം സ്വന്തമായിട്ടിരുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് ചിലർക്ക് ക്ലാസ് അലേർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏൺമാർക്സ് അക്കാദമിയെ കോൺടാക്ട് ചെയ്ത ഒരു ക്ലാസ് കണ്ടു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലായിരിക്കും കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് പ്രിപ്പയർ ചെയ്യുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. 2026 ഏപ്രിലെ നിങ്ങളുടെ NIOS എക്സാം നന്നായിട്ട് നിങ്ങൾ ചെയ്യുക. താങ്ക് യു. വെറും 6 മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ഏൺമാർക്സ് ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ്. ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം. ഏൺമാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. ഏൺമാർക്സ്, യുവർ പെർഫെക്റ്റ് ലേണിംഗ് പാർട്ട്ണർ.